തുടങ്ങിയ അന്ന് മുതൽ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ വരണം, നിങ്ങളെ കാണണം, ഞങ്ങൾക്ക് എന്നാലാകുന്ന സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ പല തിരക്കുകൾ കൊണ്ടും സാധിച്ചില്ല. ഇന്ന് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ NDAയുടെ ഓഫീസ് ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാലത്ത് വന്നപ്പോഴാണ് ഇങ്ങനെയൊരു പരിപാടിയുണ്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ച് മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഇന്ന് ഈ മുനമ്പത്തെ ജനങ്ങളെ കാണാനായിട്ട് വന്നത്. നമുക്കറിയാം, ഈ 7 പതിറ്റാണ്ട് കാലമായിട്ട് ഇവിടെ LDFും UDFും മാറി മാറി ഭരിച്ച് ഈ നാടിനെ കൊള്ളയടിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ രക്തമൂറ്റി കുടിച്ച് ഇന്ന് ഇതുപോലെ ഈ കേരളം നശിച്ച് ഒരു നേരം പോലും ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ട് വളർന്നു വന്ന ആളല്ല, ഒരു വ്യവസായിയായി വന്ന്, എന്നാൽ ഈ നാടിന്റെ കഷ്ടപ്പാട് കണ്ട്, ഇവിടുത്തെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട്, അവരുടെ പ്രയാസങ്ങൾ കണ്ട്, അതിന് എന്നാലാകുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് ഓർത്ത് രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി കഴിഞ്ഞ 10-14 വർഷക്കാലമായിട്ട് ഞാൻ ഈ നാടിനെ നന്നാക്കും, ഈ നാടിന്റെ പട്ടിണി ഇല്ലാതെയാക്കും എന്ന് മനസ്സിലാക്കിയപ്പോ ഇവിടുത്തെ ഇടതും വലതും ഒന്നിച്ചു ചേർന്ന് SDPഐയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഈ തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എന്നെ ഈ ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചു നീക്കാനായിട്ട് ഒരേ വണ്ടിയില് കൈപ്പത്തി ചിഹ്നവും അരിവാൾ ചിട്ടിയും SDPയുടെ ചിഹ്നവും 5 കൊടികള് ഒരേ രീതി ഒരു ചിഹ്നത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചത്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെ തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ ഞാനല്ല തോക്കുന്നത്, ഈ നാടാണ്, ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരാണ്, ഇവിടുത്തെ കഷ്ടപ്പെടുന്ന ആളുകളാണ് തോൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ എന്റെ മുന്നിൽ കണ്ട വഴിയാണ് ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയെ ലോകത്തിന്റെ വികസനത്തിലേക്ക് കൈ ഉയർത്തിപ്പിടിച്ച മോഡിജിയുടെ കൂടെ NDAയുടെ ഒപ്പം നിന്നിട്ട് ഈ കേരളത്തെ വളർത്തിയെടുക്കുക, ഇവിടുത്തെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ NDAയിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് തന്നെ ഈ കേരളത്തിന്റെ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ടാണ്. അതിന് ലക്ഷ്യം കണ്ടിട്ടേ ഞങ്ങൾ പിന്മാറൂ, അതിന് സംശയമില്ല. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അധികം ഞാൻ നേടുന്നില്ല. എനിക്ക് ഇവിടെ വന്ന് വളരെയധികം ദുഃഖം തോന്നി. ഈ കടലിനോട് മല്ലിട്ട് ഇത്രയധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം സഹിച്ച് ഇതുപോലെ 500 ദിവസം ഈ ഒരു നാടിന് വേണ്ടിയിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാവരെയും കണ്ടതില് എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എനിക്ക് ഇപ്പോൾ ചെയ്യാവുന്നത്, ഞങ്ങളുടെ 2020യുടെ ഒരു കിറ്റ് ഈ 610 കുടുംബങ്ങൾക്കും ഈ ആഴ്ച തന്നെ ഈ മുനമ്പത്ത് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അത് ഒരു തുടക്കമാവട്ടെ. തീർച്ചയായിട്ടും ഇവിടെ ഈ പറയുന്ന സമരത്തിന് പോരാടുന്ന മുനമ്പം ജനതയോടൊപ്പം ഈ പറയുന്ന NDA മുഴുവനായിട്ടും ഞാൻ അടക്കമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഐതിഹാസികമായ മുനമ്പം സമരത്തിന്റെ 500ാം ദിവസം ഏകദേശം 75ഓളം കേസുകൾ ഞങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് കാസ എന്നൊരു സംഘടന ഞങ്ങളുടെ ഒപ്പം വരികയും ഈ പ്രശ്നത്തിൽ സജീവമായി 500ാം ദിവസം പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഡേ ടു ഡേ കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ പുരോഗതി എന്താണ്, കാര്യങ്ങൾ എല്ലാത്തിലും അതിലും ഞങ്ങൾക്ക് സന്തോഷം. സഹോദരന്മാരെന്നും ഞങ്ങൾ കരുതിയ ആരും തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ എല്ലാവരും എത്തുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എത്തിയപ്പോൾ അതിനെതിരെ മുനമ്പം ജനതയ്ക്ക് വേണ്ടി സമരത്തിന് വന്ന സഹോദരതുല്യ പ്രസ്ഥാനമാണ് കാസ എന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ കെവിൻ ജിക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് 2020യുടെ ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് സാറിനോടാണ്. കാരണം ഞാൻ സാറിന് 2-3 പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. സാറ് ഈ അടുത്ത് പോലും ഞാൻ സാറിന് ശ്രമിച്ചിരുന്നു. ബട്ട് സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈസ്
ഹ്യൂജ് ബിസിനസ്മാൻ. അപ്പോൾ സാറിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളുണ്ട്. എന്നാലും ഇന്ന് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിലും ഒരു ബി ജെ പി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും 2020 എന്നൊരു സംഘടന ഇന്ന് ബി ജെ പിയുടെ കൈകോർത്ത് നിന്നതിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. സോ കെവിൻ സാർ, താങ്കൾക്ക് മുനമ്പം ജനതയുടെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഇവിടെ കൂടിയിരിക്കുന്നവരിൽ സാബു എം ജേക്കബ് സാർ, ഞങ്ങൾ താങ്കൾക്ക് സ്വാഗതം നൽകുന്നു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യേണ്ടത് ഞാൻ ഒരു വലിയ ജ്യേഷ്ഠനായിട്ട് കാണുന്ന ബിഗ് ബ്രദർ, ബി ജെ പിയുടെ വൻമതിൽ, കേരളത്തിൽ ബി ജെ പി എന്താണെന്ന് നാട്ടുകാർക്ക് അറിയിച്ചു കൊടുത്ത നിങ്ങൾക്ക് വലിയൊരു കാര്യം പരിചയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ല. കാരണം രാജീവ് ജി സാറ് വന്നതിന് ശേഷം ആണ് ഞങ്ങൾക്ക് വലിയൊരു മാറ്റം മുനമ്പത്തുണ്ടായതും മുനമ്പത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആരുടെയും മുന്നിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. കാരണം ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് ബി ജെ പിക്ക് ഒരു പേരുമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുമോൻ എന്ന സഹോദരനെ ഡൽഹിയിൽ വരെ എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എന്നാലും ഞാൻ പറയുന്നു, മുനമ്പം കരയുടെ പേരിലും ഈ മത്സ്യത്തൊഴിലാളികളുടെ പേരിലും നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും രാജീവ് ജിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട ഷോൺ ജോർജിനെയാണ്. ഷോൺ ജോർജ് മുനമ്പം കരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയും പാർട്ട് ഓഫ് ഫാമിലി എന്ന് പറയും. കാരണം എല്ലാ ദിവസവും ഞങ്ങളുമായി ഡിസ്കസ് ചെയ്ത്, എസ്പെഷ്യലി ഇപ്പം ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ കേസിൻ്റെ കാര്യങ്ങൾ രാജീവ് ജി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷോൺ ജോർജിനാണ്. അപ്പോൾ ഷോൺ ജോർജ് സത്യത്തിൽ ഞങ്ങൾ കാണുമെങ്കിൽ ഞങ്ങൾ ഡെയിലി ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സോ ഷോൺ ജോർജിയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് മുനമ്പം ജനതയ്ക്ക്, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ വിളിക്കുന്നത് മുനമ്പം ജനതയുടെ മാലാഖ എന്നാണ്. മുനമ്പം ജനതയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഈ കരയെക്കുറിച്ച് പഠിക്കുകയും ഈ കരയുടെ കാര്യങ്ങൾ എങ്ങനെയൊരു നിമിത്തം പോലും ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു മാലാഖ തുല്യമായി വന്ന് ഞങ്ങളെ ഇന്ന് ലീഗൽ അഡ്വൈസർ എന്തെല്ലാമാണ് ഞങ്ങൾക്ക് എന്തെല്ലാം കേസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, ഞങ്ങൾക്കിന്ന് നീതിപീഠത്തിൻ്റെ മുൻപിൽ അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വ്യക്തതയോടെ നിൽക്കുന്നതും ഒരു മനുഷ്യൻ്റെ കഠിന പ്രയത്നം കൊണ്ടാണ്. ഞങ്ങളുടെ മുനമ്പംകാരുടെ മാലാഖയായ സ്റ്റാലിൻ ദേവൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.